അതിനുശേഷം അഡ്മിഷൻ പ്രൊസീജിയറിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ധാരാളം ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ചെയ്യണമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അതിനകത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സാർ ഇപ്പോൾ ചോദിച്ചത്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് മാത്രമാണ് അവിടെ പരിഗണിക്കുന്നത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് വന്ന കുട്ടികളെയാണ് 110 ആൺകുട്ടികളെ അതുപോലെ തന്നെ 35 പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സംവിധാനം കൂടി AFMCക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്, എങ്ങാനും ഇവിടെ കിട്ടിയില്ലെങ്കിലും 12 ലക്ഷത്തിനാണെങ്കിലും നമുക്ക് കർണാടകത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഇതോടൊപ്പം തന്നെ KEയുടെ സൈറ്റിലും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. സെൻറ്റ് ജോൺസിൽ 8.8 lakhs ആണെങ്കിൽ CMC വെല്ലൂരിൽ only 55,000 per year ഫീസുള്ളൂ. ഇന്ത്യയിലെ ഫീസ് ഗവൺമെൻറ് സ്ട്രക്ചറിൽ തന്നെയുള്ള ഏക മെഡിക്കൽ കോളേജാണ്, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജാണ് CMC വെല്ലൂർ. 55,000 രൂപയേ ഉള്ളൂ CMC വെല്ലൂരിൽ ഫീസ്. പക്ഷേ വരും കാല മാറ്റങ്ങൾ, തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെയുള്ളത് ഈ ഒരു ന്യൂസ് ചാനലിലൂടെ നിങ്ങൾക്ക് തുറന്നു കാട്ടിത്തരികയാണ്. സർ, ഒരു പരിധിവരെ നീറ്റ് എഴുതുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചോളം ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 124ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, തീർച്ചയായിട്ടും ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളുടെ മുൻപിൽ നീറ്റ് 2025 അവരെല്ലാം ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചില അപ്ഡേഷൻസ് വരാനിരിക്കുന്നുണ്ട് NTA ഭാഗത്തു നിന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്, ഒപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രേക്ഷകരായ നമ്മുടെ മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇനി വരാനുള്ള അപ്ഡേഷൻസിനെ കുറിച്ചൊക്കെ ശിവൻ സാറിന് എന്താണ് പറയാനുള്ളത്? നീറ്റ് 2025 ബന്ധപ്പെട്ട് നമുക്ക് ഔദ്യോഗികമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്നും ഒരറിയിപ്പും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. നമുക്ക് കുറേ സൂചനകൾ മാത്രം, എങ്ങോട്ടാണ് നീറ്റ് 2025 യാത്ര എന്നുള്ളതിൻ്റെ സൂചനകൾ മാത്രമേ നമുക്ക് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വീഡിയോകൾ പറഞ്ഞിരുന്നതും. കാരണം ഇതുവരെയും ഓഫ്ലൈൻ സെൻറ്ററുകൾ ബുക്ക് ചെയ്തിട്ടില്ല. ഓൺലൈൻ സെൻറ്ററുകളുടെ കാര്യങ്ങളെല്ലാം അവൈലബിലിറ്റിയെക്കുറിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മീഡിയകളിൽ നിന്ന്, പത്രമാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ച് എന്താണെങ്കിലും രാധാകൃഷ്ണ സമിതിയുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഏറ്റവും പ്രധാന ശുപാർശ ഓൺലൈൻ പരീക്ഷയാക്കണമെന്നുള്ളത് തന്നെയാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റിങ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലകളിലാണ് കഴിഞ്ഞ തവണ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ടത്. അപ്പോൾ അതിൽ നിന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിലനിൽക്കണമെങ്കിൽ നീറ്റ് 2025 വിശ്വാസ്യത ഏറ്റവും കൂടുതൽ ഊട്ടി ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രിൻറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഒഴിവാക്കണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള അജണ്ട. പക്ഷേ നമുക്കറിയാം സമയപരിമിതി. നീറ്റ് 2025 കേവലം 5 മാസങ്ങൾ മാത്രം നിലനിൽക്കുമ്പോൾ വലിയൊരു മാറ്റം അത് വിദ്യാർത്ഥികളുടെ മനസ്സിൽ എത്രത്തോളം ബാധിക്കുമെന്നുള്ളതൊക്കെ എന്താണെങ്കിലും ഇതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം ചർച്ച ചെയ്യും. അപ്പം അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് ഏത് മാറ്റമാണെങ്കിലും, ഇപ്പം ഓഫ്ലൈൻ ആണെങ്കിൽ അങ്ങനെ, 2024 പോലെ ആണെങ്കിൽ അങ്ങനെ നടത്തുക. ഇനി അതല്ല 2025 ഓൺലൈനോട്ടാണെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പറയാനുള്ളത് എത്രയും വേഗത്തിൽ ഇതിൻ്റെ സിലബസിനെ കുറിച്ചൊരു അറിയിപ്പ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒക്ടോബർ സമയത്തെങ്കിലും സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഷെഡ്യൂളിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, പാറ്റേണുകളൊക്കെ കൃത്യമായിട്ട് കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് ഇനിയും താമസിച്ചുകൂടാ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എല്ലാവർക്കും തന്നെ നമ്മൾ അതിൻ്റെ റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വിവരങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ. അതിനിയും താമസിച്ചുകൂടാ. നീറ്റിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇട നൽകാതെ തന്നെ കൃത്യമായിട്ട് നീറ്റ് 2025 നടക്കണം. കാരണം മെഡിക്കൽ വിഭാഗത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് മെഡിക്കലിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ അലോട്ട്മെൻറ്റ്, അഡ്മിഷൻ, പരീക്ഷകളൊക്കെ എപ്പോഴും ഏതെങ്കിലുമൊക്കെ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 2025 അതിൽ നിന്നൊക്കെ മാറി ഏറ്റവും ശാന്തമായി തന്നെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തീർച്ചയായിട്ടും അത് എത്രയും വേഗം വിദ്യാർത്ഥികളിലോട്ട് എത്തിക്കണം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ. ഏത് രീതിയാണെങ്കിലും
അതിനനുസരിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് കുട്ടികളിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് ഏറ്റവും നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് തന്നെ എക്സാം ഹാളിലേക്ക് നമ്മൾ വിദ്യാർത്ഥികളെ കൈപിടിച്ച് കയറ്റുകയും ചെയ്യും. അപ്പോൾ ശിവൻ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ നീറ്റ് 2025 ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഏത് മോഡായാലും തീർച്ചയായിട്ടും അതിനുവേണ്ട എല്ലാവിധ കരുതലുകളും ബ്രില്യൻറ്റിലുണ്ട്. അതിന് വേണ്ട രീതിയിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളെയും ക്രമീകരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ വിദ്യാർത്ഥികളെയല്ല ഇപ്പം ബ്രില്യൻ എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും നീറ്റ് ആസ്പിറൻസിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഗവൺമെൻറ് ആണെങ്കിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണെങ്കിലും മുമ്പോട്ട് പോവുക. അവർക്കൊരു അസൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും ഒരു പുതിയ മാറ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. ഓക്കെ സർ, അതുപോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആണെങ്കിലും പറഞ്ഞത് നമ്മൾ ഈ ഓൾ ഇന്ത്യ തലത്തിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമാക്കി പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയത്തും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആണെങ്കിലും മാതാപിതാക്കളുടെ ഒക്കെ ആണെങ്കിലും അവർ മനസ്സിൽ ഇപ്പോൾ ഒരു എയിംസ് പോലുള്ളൊരു സ്ഥാപനത്തിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഓൺലൈനായിട്ട് എവിടെയൊക്കെ അപേക്ഷിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് ശിവൻ സാർ? തീർച്ചയായിട്ടും നീറ്റ് നമുക്കറിയാം ഒരു എക്സാം മാത്രമാണെന്നുള്ളതും അതിനുശേഷം അഡ്മിഷൻ പ്രൊസീജിയറിലോട്ട് കടക്കുമ്പോൾ നമ്മൾ ധാരാളം ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ചെയ്യണമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അതിനകത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സാർ ഇപ്പോൾ ചോദിച്ചത്. എയിംസിൻ്റെ 20 കോളേജുകളാണ് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളത്. ഏതാണ്ട് 2200ഓളം MBBS സീറ്റുകളാണ് എയിംസ് സ്ഥാപനങ്ങളിലായിട്ടുള്ളത്. ഇന്ത്യയിലെ മെഡിക്കൽ പഠനത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് മെഡിക്കൽ വിഭാഗത്തിലെ ഏറ്റവും നല്ല പ്രൊഫഷണൽ കോളേജുകളിൽ. അതാണ് ഇതിൻ്റെ 2 എക്സ്ട്രീം പൊസിഷൻസ്. അപ്പം അതിൽ എയിംസിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടതെങ്കിൽ, അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നീറ്റിന് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ കാറ്റഗറിക്ക് അനുസരിച്ച് ജനറൽ ആവാം, OBC ആവാം, ഏത് കാറ്റഗറി ആണെങ്കിലും നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു കോളേജിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്യേണ്ട, നോർമലായിട്ട് നീറ്റിന് അപ്ലൈ ചെയ്യുന്നു. പരീക്ഷ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വരെ നമ്മൾ മറ്റൊരു ഓൺലൈൻ ആപ്ലിക്കേഷനും എയിംസിലായിട്ട് ചെയ്യേണ്ട. എയിംസിൻ്റെ സൈറ്റിൽ പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യുകയോ എയിംസ് ഡൽഹിയുടെ സൈറ്റിൽ ചെയ്യുകയോ ഒന്നും ചെയ്യാനില്ല. നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നു, നീറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു, ജൂൺ ആദ്യത്തെ ആഴ്ച നീറ്റിൻ്റെ റിസൾട്ട് വരുന്നു. അതിനുശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്ന സമയം mcc.nic.in എന്ന വെബ്സൈറ്റിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ആരംഭിക്കുമ്പം അതിനകത്ത് നമ്മൾ ഈ എയിംസിൻ്റെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും എയിംസിൻ്റെ 20 കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട്. മറ്റൊരു വെബ്സൈറ്റിലും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. നീറ്റിന് അപ്ലൈ ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു, റിസൾട്ട് വരുന്നു, mcc.nic.in എന്ന വെബ്സൈറ്റിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനകത്ത് എയിംസിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രം മതി. അലോട്ട്മെൻറ്റ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ആ എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് ആ കോളേജിൽ പോയി ചേരുന്നു. അതൊരു സിമ്പിൾ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടേണ്ടതായിട്ടില്ല. ഇപ്പോൾ എയിംസിൻ്റെ കാര്യം പറഞ്ഞു, ഒരു പരിധി വരെ അതുപോലെ തന്നെയായിരിക്കും ജിപ്പറിലെ കാര്യം. തീർച്ചയായിട്ടും രണ്ടും ഒരേപോലെ തന്നെയാണ്. അലോട്ട്മെൻറ്റിൽ ജിപ്പർ പങ്കെടുത്താൽ മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും സാർ ഇനി AFMCയിലേക്ക് എത്തുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്? ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ MBBSഉം മിലിറ്ററി നഴ്സിംഗും 2 വിഭാഗങ്ങളാണുള്ളത്. MBBS ഉണ്ട്, BSc നഴ്സിംഗും ഉണ്ട്. BSc നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. MBBS 110 ആൺകുട്ടികൾക്കും 35 പെൺകുട്ടികൾക്കും അവിടെ പ്രവേശനം കിട്ടും. അതിനായിട്ട് 1600 കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് AFMC ഒന്നും മെൻഷൻ ചെയ്യേണ്ടതായിട്ടില്ല. നീറ്റിൻ്റെ റിസൾട്ട് വരുന്നു. റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ mcc.nic.in എന്ന വെബ്സൈറ്റിൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ഓപ്ഷൻ കൊടുക്കുമ്പം അവിടെ ഓപ്ഷനല്ല, ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കുന്നു AFMCയിൽ പരിഗണിക്കണോ വേണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ AFMCയിൽ പരിഗണിക്കണമെന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ 1600 കുട്ടികളുടെ, അതായത് മൊത്തമുള്ള പ്രവേശനത്തിൻ്റെ 10% കൂടുതലുള്ള കുട്ടികളുടെ ഒരു ലിസ്റ്റ് പുറപ്പെടുവിക്കും. അത്രത്തോളം 1600ഓളം കുട്ടികളുടെ ഷോർട്ട് ലിസ്റ്റ് MCCയുടെ സൈറ്റിലും AFMCയുടെ സൈറ്റിലും പ്രസിദ്ധീകരിക്കും. അപ്പോൾ AFMCയുടെ സൈറ്റിലൊന്നും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് മാത്രമാണ് അവിടെ പരിഗണിക്കുന്നത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് വന്ന കുട്ടികളെയാണ് 110 ആൺകുട്ടികളെ അതുപോലെ തന്നെ 35 പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സംവിധാനം കൂടി AFMCക്കായിട്ടുണ്ട്. അത് ഈ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. ആ ഷോർട്ട് ലിസ്റ്റ് വന്നവരെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ AFMC പൂനെയിലേക്ക് അവർ ക്ഷണിക്കും. നമുക്കിപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കഴിഞ്ഞ രീതിയിലാണ് നീറ്റ് നടക്കുന്നതെന്ന് വിചാരിക്കുക. മെയ് 4-ാം തീയതി നീറ്റ് നടന്നു. ജൂൺ 4-നും 10-നും ഇടയ്ക്ക് നീറ്റിൻ്റെ റിസൾട്ട് വന്നു. ജൂലൈ 10ഓടുകൂടി ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വരുന്നു. ജൂലൈ ഒരു 25ഓടുകൂടി AFMCയുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറായെന്ന് വിചാരിക്കുക. ആഗസ്റ്റ് ആദ്യത്തെ ആഴ്ച നമ്മൾ AFMC പൂനെയിൽ നമ്മളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെല്ലാൻ പറയുന്ന ഡേറ്റിൽ ചെല്ലണം.
എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലണം. ആദ്യം നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടോളർ, നമ്മുടെ ജനറൽ നോളജ്, അതുപോലെ റീസണിങ്, ലോജിക്ക്, അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തും. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിൽ നിന്ന് 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ ടോളർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട്, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, നമ്മുടെ ഫിറ്റ്നസ്. അത് വളരെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ്, ഇയർ, ടീത്ത് എല്ലാം എവറിത്തിങ് അവർ നോക്കിയിട്ടേ അവർ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തും. ഇതിനെല്ലാം കൂടെ 200 മാർക്കുണ്ട്. ഈ 200 മാർക്കും നീറ്റിൻ്റെ മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫൈനൽ ലിസ്റ്റ് 110 ആൺകുട്ടികളെയും 35 പെൺകുട്ടികളെയും സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഫൈനൽ ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ AFMCയുടെ അഡ്മിഷൻ കോളേജിൽ പോയി നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നോക്കുമ്പം നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അവിടെ AFMCന്ന് കൊടുക്കുകയും ഷോർട്ട് ലിസ്റ്റ് വരികയും ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം AFMCയിൽ ചെന്ന് അവർ പറയുന്ന പ്രകാരം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോഴാണ് ഫൈനൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ AFMCയിൽ നിന്ന് താല്പര്യമുള്ള ഒരാൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ നീറ്റിന് ഏറ്റവും നല്ല മാർക്ക് മേടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എയിംസ് പറഞ്ഞ പോലെ തന്നെ എയിംസും ജിപ്മറും അതുപോലെ തന്നെയാണ്. നീറ്റിൻ്റെ ഏറ്റവും ടോപ്പേഴ്സിന് കിട്ടുന്നതാണ് ഇത് രണ്ടും. അതുപോലെ തന്നെയാണ് AFMCയും. ആൺകുട്ടികൾക്ക് 2023 617 മാർക്കായിരുന്നു കട്ട് ഓഫ്. 2024 എത്തിയപ്പോഴത്തേക്കും അത് 660 വരെ AFMCയുടെ കട്ട് ഓഫ് വന്നു. പെൺകുട്ടികൾക്ക് 2022 640 ആയിരുന്നെങ്കിൽ 2024 എത്തിയപ്പോഴത്തേക്കും 670 മുകളിലോട്ട് കട്ട് ഓഫ് വന്നു. അത്രയും കട്ട് ഓഫ് ഉണ്ടെങ്കിലേ ഈ 1600 ഷോർട്ട് ലിസ്റ്റിലെങ്കിലും പേര് പിടിക്കുകയുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂവിനായിട്ട് ചെല്ലാനായിട്ട്. ഇനി മിലിറ്ററി നേഴ്സിംഗ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ജോയിൻ ഇന്ത്യൻ ആർമി എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ ജോയിൻ ഇന്ത്യൻ ആർമി .nic.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ മിലിറ്ററി നേഴ്സിങ്ങിന് പെൺകുട്ടികൾക്ക് അത് 5 കോളേജുകളാണുള്ളത്. ഇതുപോലെ തന്നെയാണ് നീറ്റിൻ്റെ ആ അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം വെച്ചിട്ട് അവരൊരു കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കും. 500 450 ഒരു മാർക്ക് തീരുമാനിച്ചിട്ട് ഇതുപോലെ തന്നെ പ്രോസസ്സ് ടോളറും മെഡിക്കൽ ഫിറ്റ്നസ്സും ഇൻ്റർവ്യൂവും എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെയും ഫൈനൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് AFMC അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നീറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഫിറ്റ് ആകാനായിട്ട്, അതുപോലെ നല്ല ലാംഗ്വേജ്, നല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാക്കാനായിട്ട്, നമ്മളുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ അവരുടെ മെഡിക്കൽ ഇതിനനുസരിച്ച് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ശ്രമിക്കണം. മെയ്, ജൂൺ, ജൂലൈ ഏതാണ്ട് 3 മാസക്കാലം നമുക്ക് അതിന് വേണ്ടിയിട്ട് സമയം കിട്ടും ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അത് നമ്മൾ പേഴ്സണലായിട്ട് തന്നെ ആ ട്രെയിൻ ചെയ്ത് നമ്മൾ മെഡിക്കൽ ഫിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടത്. സർ, ഒരു പരിധിവരെ നീറ്റ് എഴുതുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചോളം, കേരളീറ്റ് ആയ ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് 2 സാധ്യതയാണ് ഗവൺമെൻറ് സീറ്റുകൾ കിട്ടാനായിട്ട്. ഒന്ന്, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ് കോളേജുകളിലെ 15% സീറ്റുകൾ, ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 25,000 വരെ കിട്ടിയ ഓൾ ഇന്ത്യ കോട്ട സീറ്റാണ് ഒന്നാമത് കിട്ടാനുള്ള സാധ്യത. രണ്ടാമത്തത് കേരളത്തിലെ സീറ്റുകൾ, കേരളത്തിലെ 12 ഗവൺമെൻറ് കോളേജിലെ സീറ്റുകൾ. ഇതാണ് ഇവിടെയുള്ളൊരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഗവൺമെൻറ് സീറ്റുകൾ. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ബംഗാളിലെയും മഹാരാഷ്ട്രയിലും ഒക്കെ ഗവൺമെൻറ് സീറ്റുകളുടെ 15% നമുക്ക് അർഹതയുണ്ട്. അതിനെയാണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഈ നീറ്റ് എഴുതി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എയിംസും ജിപ്പറും പറഞ്ഞ പോലെ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. നമ്മൾ വേറെ എങ്ങും അപ്ലൈ ചെയ്യാനായിട്ടില്ല. തമിഴ്നാടിൻ്റെ സൈറ്റിലോ കർണാടകത്തിൻ്റെ സൈറ്റിലോ മഹാരാഷ്ട്രയുടെ ബംഗാളിൻ്റെ ഒന്നും സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അവിടുത്തെ ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്ന MCCയുടെ വെബ്സൈറ്റ് വഴി ഏത് സ്റ്റേറ്റിലെയും ഗവൺമെൻറ് സീറ്റുകൾക്ക് 15% കിട്ടും. നല്ല റാങ്ക് ഉണ്ടായിരിക്കണം, 25,000 റാങ്കെങ്കിലും ഉണ്ടായിരിക്കണം ജനറൽ വിഭാഗത്തിന്. അവിടെ OBC, EWS, SC, ST ഒക്കെ റാങ്കിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കി മനസ്സിലാക്കണം. അതിനനുസരിച്ചൊക്കെ റാങ്കിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അവരൊക്കെ ആ സൈറ്റ് വഴി ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ആ റാങ്കുള്ളവർക്കേ കൊടുക്കാവുന്നല്ല, എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. 164 മാർക്ക്, അതായത് കട്ട് ഓഫിന് മുകളിൽ വരുന്ന ആർക്ക് വേണമെങ്കിലും ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെൻറ് സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കാം. യാതൊരു കുഴപ്പവുമില്ല. അത് കിട്ടിയിരിക്കുന്നത്
25,000 വരെയുള്ള ജനറലുകാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 25,500 വരെയുള്ള OBCക്കാണ് കിട്ടിയിരിക്കുന്നത്. 28,000 ഓൾ ഇന്ത്യ വരെയുള്ള EWSനാണ് കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷം വരെയുള്ള SC/ST വിഭാഗത്തിനാണ് കിട്ടിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വർഷങ്ങളിൽ റാങ്ക് അനുസരിച്ച്. ഇനി കേരളത്തിലെ സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നീറ്റിന് അപേക്ഷിക്കുന്ന കൂട്ടത്തിൽ തന്നെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. ഇവിടെ പ്രത്യേകിച്ച് പരീക്ഷയൊന്നും എഴുതേണ്ടതായിട്ടില്ല. മെഡിക്കലിന് അപേക്ഷിച്ചാൽ മാത്രം മതിയാകും. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ട് കേരളത്തിൻ്റെ സൈറ്റിൽ ആഡ് ചെയ്തിട്ട് കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ MBBS, BDS, അഗ്രികൾച്ചർ പോലുള്ള മുഴുവൻ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യണം. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ട് നമ്മൾ തന്നെ എടുത്ത് കേരളയുടെ സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണം. അത് കഴിഞ്ഞാൽ കേരളത്തിലെ ഈ മുഴുവൻ ശതമാനം സീറ്റുകൾക്കും നമുക്ക് അർഹതയുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സീറ്റുകൾ കൂടാതെ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കും നമുക്ക് ഈ കേരളയുടെ സൈറ്റ് വഴി തന്നെ നമുക്ക് ഓപ്ഷനുകൾ കൊടുത്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് രണ്ടിനും കേരളത്തിലെ ഗവൺമെൻറ്, കേരളത്തിലെ സെൽഫ്, കേരളത്തിലെ NRI സീറ്റുകൾ, ഇതിനെല്ലാം കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. സാർ, ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ആണെങ്കിലും ഈ ഒരു ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റിലൊന്നും കയറി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തമിഴ്നാട്ടിലെ ഗവൺമെൻറ്, നമുക്ക് തമിഴ്നാട്ടിൽ 35 ഗവൺമെൻറ് കോളേജുകളുണ്ട്. കർണാടകത്തിൽ 24 ഗവൺമെൻറ് കോളേജുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് 15% സീറ്റുണ്ട്. അതിനൊന്നും നമ്മളാരും കയറിയിട്ട് തമിഴ്നാടിൻ്റെ സൈറ്റിലോ കർണാടകത്തിൻ്റെ സൈറ്റിലോ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഓൾ ഇന്ത്യയുടെ സൈറ്റിൽ മാത്രം ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് സൈറ്റിലായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിലെ 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അത് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കർണാടകത്തിൽ നമുക്കറിയാം ഏതാണ്ട് 20ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 12 ലക്ഷം രൂപ വാർഷിക ഫീസിൽ നമുക്ക് കിട്ടും. അത് പ്രൈവറ്റ് സീറ്റ് എന്ന് പറയും. അപ്പം നമ്മൾ കേരളയിട്ട് ആളുള്ള ഒരാൾക്ക് അവിടുത്തെ ഈ പ്രൈവറ്റ് സീറ്റിന് മാത്രമേ നമുക്ക് അർഹതയുള്ളൂ. യഥാർത്ഥത്തിൽ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളൊരു വ്യക്തിക്ക് കർണാടകത്തിൽ നേറ്റിവിറ്റി ഉള്ള, അതായത് കർണാടകത്തിൽ 12 വർഷത്തിനിടയിൽ 7 വർഷം അവിടെ കർണാടകത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അവിടുത്തെ സെൽഫ് ഫിനാൻസിങ്ങിൽ 1.25 ലക്ഷം രൂപ മാത്രമേ ഫീസുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്നത് അവിടുത്തെ പ്രൈവറ്റ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 12 ലക്ഷത്തിന് പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഈ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ തന്നെ കേരള എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേരളത്തിൽ കിട്ടാൻ. അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കും, kea.kar.nic.in. ആ സൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്കൊരാഗ്രഹമുണ്ട്, എങ്ങാനും ഇവിടെ കിട്ടിയില്ലെങ്കിലും 12 ലക്ഷത്തിനാണെങ്കിലും നമുക്ക് കർണാടകത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഇതോടൊപ്പം തന്നെ KEയുടെ സൈറ്റിലും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. പരീക്ഷയൊന്നും വേറെ എഴുതണ്ട, നീറ്റ് മാത്രം എഴുതിയാൽ മതി. പക്ഷേ അപ്ലൈ ചെയ്യണം. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി കർണാടകത്തിലും കൂടെ വേണമെന്ന് വിചാരിച്ചാൽ ആപ്ലിക്കേഷന് പിന്നെ സമയം കിട്ടൂല. ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. ഇനി തമിഴ്നാട്ടിൽ വേണമെന്ന് വിചാരിക്കുക, തമിഴ്നാടിൻ്റെ ആപ്ലിക്കേഷൻ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ്. TNMedicalSelection.net അത് തമിഴ്നാട്ടുകാരുടെ സൈറ്റാണ്, അവിടുത്തെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് വേണ്ടിയുള്ള സൈറ്റാണ്. അവിടെയും നമുക്ക് ഈ പ്രൈവറ്റ് സീറ്റേ കിട്ടുകയുള്ളൂ. അവിടെ 13.5 ലക്ഷം രൂപയാണ് നമുക്ക് ഫീസ്. അവിടെ തമിഴ്നാട്ടുകാരായിട്ടുള്ളവർക്ക് 4.5 ലക്ഷം രൂപയെ സെൽഫ് ഫിനാൻസിങ്ങിൽ ഫീസുള്ളൂ. കർണാടകത്തിൽ 1.25 എന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 13.5 lakhs per year കൊടുക്കണം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം TNMedicalSelection.net വഴി നമ്മൾ അപ്ലൈ ചെയ്യണം. അവിടുത്തെ ഗവൺമെൻറ് കോളേജ് കിട്ടാൻ ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, ഓൾ ഇന്ത്യ കോട്ടയിൽ ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതിയാകും. സാർ, ഇപ്പോൾ ഈ ഒരു സെൻറ്റ് ജോൺസ് അല്ലെങ്കിൽ CMC വെല്ലൂർ പോലുള്ള കോളേജുകൾക്കും ഇതേ പ്രോസസ്സുകൾ തന്നെയാണ്? തീർച്ചയായിട്ടും. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതും CMC വെല്ലൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതും സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് കർണാടകത്തിലുള്ളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, ഡീംഡ് കോളേജ് അല്ല, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. CMC വെല്ലൂർ എന്ന് പറയുന്നതും ഡീംഡ് അല്ല, അത് തമിഴ്നാട്ടിലെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അപ്പം ഈ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 10 സീറ്റുകൾ എല്ലാവർക്കും കിട്ടും, ഓപ്പൺ കോട്ട എന്ന് പറഞ്ഞുണ്ട്. അവിടെ പക്ഷേ 12 ലക്ഷം ഇല്ല. കഴിഞ്ഞ തവണ 8.8 lakhs 8.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 8.8 lakhs per year സെൻറ്റ് ജോൺസിലുണ്ടായിരുന്നു. അപ്പം ആ സീറ്റ് സെൻറ്റ് ജോൺസിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഓപ്പൺ കാറ്റഗറിക്കാരൻ, പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും, ജനറൽ കിട്ടുന്ന ആർക്ക് വേണമെങ്കിൽ കിട്ടും. അങ്ങനെ സെൻറ്റ് ജോൺസിൽ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ KEയുടെ സൈറ്റിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യണം. ഇനി കർണാടകത്തിൽ 60 സീറ്റുകൾ റോമൻ കാത്തലിക്സിനായിട്ട്
ഈ കേരളത്തിലെ ഉൾപ്പെടെയുള്ള കർണാടകത്തിന് പുറത്തുള്ളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് 60 സീറ്റുകൾ സെൻറ്റ് ജോൺസിൽ മാറ്റിവെച്ചിട്ടുണ്ട്. 8.8 lakhs പെർ ഇയറിന്. അപ്പം ആ സീറ്റിന് ആഗ്രഹമുള്ള കാത്തലിക്സ് വിഭാഗത്തിലുള്ള ക്രിസ്ത്യൻസിന് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മുമ്പേ KEAയിൽ അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. അപ്പം ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് 10 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് KEAയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വെറുതെ ഓൺലൈൻ അപ്ലൈ ചെയ്ത് ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്താൽ മതി. ഞാനൊരു കാത്തലിക്സ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, എനിക്ക് സെൻറ്റ് ജോൺസിലും കൂടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ KEAയിൽ അപ്ലൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസവും കൂടി അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. CMC വെല്ലൂർ തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. സെൻറ്റ് ജോൺസിൽ 8.8 lakhs ആണെങ്കിൽ CMC വെല്ലൂരിൽ ഓൺലി 55,000 പെർ ഇയറേ ഫീസുള്ളൂ. ഇന്ത്യയിലെ ഫീസ് ഗവൺമെൻറ് സ്ട്രക്ചറിൽ തന്നെയുള്ള ഏക മെഡിക്കൽ കോളേജാണ്, സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജാണ് CMC വെല്ലൂർ. 55,000 രൂപയേ ഉള്ളൂ CMC വെല്ലൂരിൽ ഫീസ്. പക്ഷേ അവിടുത്തെ ഈ 100 സീറ്റുകളിൽ 35% സീറ്റുകൾ മാത്രമേ തമിഴ്നാട്ടിലല്ലാത്ത ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. അതിൽ നമുക്ക് ആ സീറ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ യാതൊരുവിധ റിസർവേഷനും ഇല്ലാത്തവർക്ക് 2 സീറ്റേ ഉള്ളൂ. ഒരു ഹിന്ദു ആണെങ്കിലും ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും ഒരു മുസ്ലിം ആണെങ്കിലും ഓപ്പൺ കാറ്റഗറിയിൽ 2 സീറ്റേ ഉള്ളൂ. ബാക്കിയുള്ളത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വിവിധ കാറ്റഗറികൾക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാണ്. അതിൽ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 2 സീറ്റും കൂടെ കിട്ടും. അപ്പോൾ ഒരു സാധാരണ ഒരു കാത്തലിക്സ് വിഭാഗത്തിൽപ്പെട്ടൊക്കെയുള്ളൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ ഓപ്പണിലുള്ള 2 ഉണ്ട്. ഈ ക്രിസ്ത്യൻസിനായിട്ടുള്ള ഓൾ ക്രിസ്ത്യൻ എന്നുള്ള കാറ്റഗറിയിൽ 2 സീറ്റുണ്ട്. 4 സീറ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അപേക്ഷ കൊടുക്കാം. ഇനി ഇതല്ലാത്ത യാക്കോബൈറ്റ്സ് പലവിധ വിഭാഗങ്ങളുണ്ട്. CSIയുടെ ഏറ്റവും കൂടുതൽ റിസർവേഷൻസ് CMC വെല്ലൂരുണ്ട്. അങ്ങനെ ഏതാണ്ട് 60ഓളം കമ്മ്യൂണിറ്റികൾക്ക് CMC വെല്ലൂരിൽ സീറ്റുകളുണ്ട്. അവർ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ CMC വെല്ലൂരിൻ്റെ സൈറ്റിലും അപ്ലൈ ചെയ്യണം. അപ്പം ഓപ്പൺ കാറ്റഗറിക്കാരാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഓൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഈ CSIയുടെ വിവിധ വിഭാഗങ്ങളാണെങ്കിലും മാർച്ച് മാസത്തിൽ CMC വെല്ലൂരിൻ്റെ സൈറ്റിൽ CMC വെല്ലൂർ admissions.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും അവരുടെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം TN മെഡിക്കൽ സെലക്ഷൻ.net വഴി അപ്ലൈ ചെയ്തിട്ടാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പം CMC വെല്ലൂരിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 3 ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യണം. ഒന്ന് നീറ്റിന് ചെയ്തു, മറ്റൊന്ന് CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റിൽ ചെയ്തു, മൂന്നാമത്തേതായിട്ട് നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം TN മെഡിക്കൽ സെലക്ഷൻ.net എന്ന വെബ്സൈറ്റ് വഴിയും അപ്ലൈ ചെയ്യണം. സെൻറ്റ് ജോൺസിൽ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല. നീറ്റിന് അപ്ലൈ ചെയ്തു, KEAയുടെ വെബ്സൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. സെൻറ്റ് ജോൺസിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടായിരുന്നു. പക്ഷേ CMC വെല്ലൂരിൽ അങ്ങനെയല്ല. CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ നീറ്റ് പരീക്ഷ എഴുതുന്നതോടൊപ്പം തന്നെ നമ്മൾ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമ്മൾ കുറച്ച് ഓൺലൈൻ ആപ്ലിക്കേഷനും കൂടെ നേരത്തെ ചെയ്തു വെക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു NRI സീറ്റിന് ആഗ്രഹമുള്ളവർ കേരളയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ NRIയുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഈ CMC വെല്ലൂർ, സെൻറ്റ് ജോൺസ് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ തയ്യാറെടുത്ത് വെക്കേണ്ടതായിട്ടുണ്ടാവും. സർ, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ESI IP വഴി നമുക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് എവിടെയാണ് ആപ്ലിക്കേഷൻ? തീർച്ചയായിട്ടും ESI IP വാർഡുകൾക്ക്, അതായത് അച്ഛനോ അമ്മയോ ESI ഇൻഷുർഡ് പേഴ്സൺ ആണെങ്കിൽ അവരുടെ മക്കൾക്കായിട്ട് 11 മെഡിക്കൽ കോളേജിൽ 456 MBBS സീറ്റുകൾ, 28 BDS സീറ്റുകൾ, BSc നഴ്സിംഗ് സീറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇതിനു വേണ്ടിയിട്ട് നീറ്റിന് അപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് ESI എന്നൊന്നും പറയണ്ട, നീറ്റിന് സാധാരണ പോലെ അപ്ലൈ ചെയ്താൽ മതി. കേരളയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ESI ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കേരള അലോട്ട്മെൻറ്റ് വഴി അല്ല ESI. അതുകൊണ്ട് കേരളയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ESI എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നീറ്റ് പരീക്ഷ എഴുതുന്നു. ഈ മെയ് മാസത്തിൽ തന്നെ ESIയുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങും. അപ്പം ESI ഇൻഷുർഡ് പേഴ്സൺ ആയിട്ടുള്ള അച്ഛനോ അമ്മയോ അവരുടെ ESI കാർഡ് വെച്ച് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ESIയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഓൾ ഇന്ത്യ വെബ്സൈറ്റ് mcc.nic.in ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണം. ESI IP വഴിയുള്ള MBBS, BDS, BSc നഴ്സിങ്ങിന് പ്രവേശനം കിട്ടാൻ. അപ്പം നീറ്റിന് അപ്ലൈ ചെയ്യുന്നു,
നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ ESIയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നു. പിന്നീട് അലോട്ട്മെൻറ്റിന് MCCയുടെ സൈറ്റ് വഴി ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ESI-IP കോട്ടയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വ്യക്തമായൊരു ധാരണ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാവണമെന്നില്ല. തീർച്ചയായിട്ടും പുതിയതായിട്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ESI-IP എന്താണെന്ന് അറിയണമെന്നില്ല. പക്ഷേ ഓൾറെഡി ഉള്ള റിപ്പീറ്റേഴ്സ് ആണെങ്കിലും റീ റിപ്പീറ്റേഴ്സ് അവർക്കറിയാം ESI-IP എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ എലിജിബിലിറ്റി കിട്ടുന്നത്, അതിൻ്റെ ഫീസ് ഘടന എന്താണ്. ഇപ്പോൾ ESI-IPയുടെ ഏറ്റവും വലിയ ഘടന അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫീസാണെന്നുള്ളതാണ് ഏറ്റവും അതിനകത്ത് അട്രാക്ഷൻ. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോകളിലെല്ലാം ഉണ്ട്. എന്നാലും നമ്മളത് പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അതിന് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഇനി അതിന് സമയം അനുവദിക്കുന്നില്ല. നമുക്ക് മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ശിവൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ച നമ്മുടെ ESI-IP കോട്ടയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മുൻകാല വർഷങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ആ കാര്യങ്ങളെ നമ്മൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്തെല്ലാമാണോ അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലും ESI-IP കോട്ടയുടെ കാര്യങ്ങളാവട്ടെ നീറ്റ് 2025 ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യസമയത്ത് തന്നെ ആധികാരികമായി നിങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. ആൻഡ് ബ്രില്യൻ്റ് ഒരു പുതിയ പ്രോഗ്രാമും കൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല നമ്മുടെ ന്യൂസ് അല്ലേ. ഇപ്പോൾ തീർച്ചയായിട്ടും ശിവൻ സാർ ഇപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളെല്ലാവരും അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൃത്യമായ വിവരം അറിയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ബ്രില്യൻ്റ് എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ്. ഏറ്റവും കൃത്യമായ വാർത്ത തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ശിവൻ സാറിന് എന്താ? നമ്മൾക്ക് ഇത്രയും നാളത്തോളം ഏതാണ്ട് 40 വർഷത്തോളമുള്ള നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മളെപ്പോഴും അത് എല്ലാവരിലേക്കും ബെർലിൻ എന്നൊക്കെ ഉള്ളതിനപ്പുറത്തെ എല്ലാ മലയാളികൾക്കും അത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, ഏത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, വിദ്യാഭ്യാസവുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾ അവർ എപ്പോഴും ഇപ്പം എൻട്രൻസിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം അവർ ഒരു വിശ്വാസ്യതയ്ക്കായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയുക, ഏറ്റവും വേഗത്തിൽ അറിയുക എന്നുള്ളതിന് അവർ നമ്മളെ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുറച്ചും കൂടി ഒരു വിപുലപ്പെടുത്തുന്ന രീതിയിൽ സ്കൂൾ തലം, അതുപോലെ തന്നെ +1 +2 ഡിഗ്രി തലം, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മലയാളികൾ ഇവിടുത്തെ ചില സാഹചര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് ചില കോഴ്സുകൾ മാത്രം താല്പര്യം അല്ലെങ്കിൽ ചില പരീക്ഷകൾക്ക് മാത്രം താല്പര്യമൊക്കെ നമ്മൾ ഓവർ ടെൻഷനിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് വിശാലമായ അനവധി സാധ്യതകളാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. അത് നാഷണൽ ലെവലിൽ ഉള്ള ഓരോ പരീക്ഷകളും നോക്കിക്കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു ചെറിയ ഒരു ചുറ്റുവട്ടത്തു നിന്ന് മാറിയിട്ട് വിശാലമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അത് ഒരു 6ാം ക്ലാസ് മുതലുള്ള കുട്ടിക്ക് എന്തുമാത്രം ഒളിമ്പ്യാഡുകളാണ് നടക്കുന്നത്, എന്തുമാത്രം സ്കോളർഷിപ്പ് എക്സാമുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ +1 +2ൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് എത്രത്തോളം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം +2വിന് ശേഷമുള്ള സാധ്യതകൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് 40ഓളം എൻട്രൻസുകൾ അവർക്ക് വിവിധ മേഖലകളിൽ ചെയ്യാനായിട്ടുണ്ടാകും. ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അവർക്ക് പരിചയപ്പെടുത്താനുണ്ടാകും. ഏറ്റവും സമൂഹത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ആ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നമ്മൾ അത്രയും വലുതായിട്ട് തന്നെയാണ് ഇത് ചിന്തിക്കുന്നത്. ധാരാളം ഇൻ്റർവ്യൂകൾ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അത് എൻട്രൻസും എൻട്രൻസ് അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. അതിനുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേരളം എന്ന സംസ്ഥാനത്ത് സാറ് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും, അതായത് ഇപ്പോൾ 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകൾ, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം ആർക്കും അറിയില്ലാത്ത കാര്യങ്ങൾ, ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അറിയാം, കുറേ പേർക്ക് അറിയാമെന്ന് മാത്രമല്ലാതെ ഇതെല്ലാം ഒരു കുടക്കീഴിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മളുടെ. ഓക്കെ. അപ്പോൾ മക്കളുടെ നല്ല ഭാവി സ്വപ്നം കാണാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല, നല്ലൊരു നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മക്കളും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വലിയ കർത്തവ്യം തന്നെയാണ് ബ്രില്യൻ്റ് നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതായത് ബ്രില്യൻ്റിൻ്റെ ന്യൂസ് ചാനൽ ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങളെല്ലാവരും കയറി അത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഇനി അങ്ങോട്ടുള്ള വരും കാല മാറ്റങ്ങൾ, തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെയുള്ളത് ഈ ഒരു ന്യൂസ്
ന്യൂസ് ചാനലിലൂടെ നിങ്ങൾക്ക് തുറന്നു കാട്ടി തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നതും അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിവൻ സാർ പറഞ്ഞു, സമൂഹത്തിലെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അവരുമായി പങ്കുവെക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അവരുടെ കരിയർ ഇപ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ എത്തി നിൽക്കുന്ന ഒക്കെ അതിൽ ഇൻസ്പയറിംഗ് ആക്കാവുന്ന ഒരുപാട് സ്റ്റോറികൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. ഒപ്പം ബ്രില്യൻറ്റിൽ പഠിച്ച് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകും. ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും വീക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ് എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തുന്ന ഒരു ചാനൽ തന്നെയാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ന്യൂസ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാവുക. അപ്പോൾ ഇന്ന് ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.